ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് പൂരിക്ക് പറ്റിയൊരു മസാല കറിയാണ്. അതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് പച്ചമുളകും ഉരുളക്കിഴങ്ങും സവാളയും ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി ഇവയെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. കൂടെ ഒരു സ്പൂൺ കടലപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കടലപ്പരിപ്പ് ഒന്ന് പൊരിഞ്ഞ് കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് വേവിച്ച ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മതി, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല കറിയാണ്. നമുക്ക് ചപ്പാത്തിയോടും പൂരിയോടൊക്കെ കഴിക്കാൻ ഒരു അടിപൊളി റെസിപ്പിയാണിത്. സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട്. നമുക്കിനി സവാളയൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഒരു സ്പൂൺ കടലമാവാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കടലമാവ് എണ്ണയിൽ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് കറിക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കടലമാവ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. കൊഴുപ്പ് മാത്രമല്ല, നല്ല ടേസ്റ്റും കൂടെ കിട്ടുന്നതാണ്. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസൊക്കെ ഞാൻ ഉപ്പിട്ട് വേവിച്ചതാണ്. അതിനാൽ നമുക്ക് കറിയിൽ ഉപ്പ് ചേർക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു സ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കറി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഒന്ന് പൊടിച്ചെടുക്കണം കൈകൊണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പൂരി മസാല കറിയൊക്കെ റെഡിയായി വരുന്നുണ്ട്. നല്ല തിളയ്ക്കുന്നുണ്ട് കറി. ഇത് തണുക്കുമ്പോൾ, ഇപ്പോൾ വെള്ളമായിട്ടിരുന്നാലും തണുക്കുമ്പോൾ നല്ല കുറുകിയ കറിയായിരിക്കും. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ചെറിയ സ്പൂൺ പെപ്പർ പൊടിച്ചതാണ്. അതിൻ്റെ കൂടെ തന്നെ അതേ അളവിൽ തന്നെ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പൂരി മസാല കറിയൊക്കെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.